താമരശ്ശേരി ചുരം രണ്ടാം വളവിൽ മരം ഒടിഞ്ഞു വീണ് ഗതാഗതം ഭാഗികമായി രാഹുൽ കെ വിയാണ് വിവരങ്ങളുമായുള്ളത്. രാഹുൽ, താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിഞ്ഞത് മൂലമുള്ള ഗതാഗത കുരുക്ക് നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിൽ കണ്ടതാണ്. ഇപ്പോൾ ഈ മരം ഒടിഞ്ഞു വീണ് ഗതാഗത തടസ്സം എത്രമാത്രം രൂക്ഷമാണ്? വണ്ടികൾ വലിയ ബ്ലോക്കിൽ പെടുന്ന സാഹചര്യമുണ്ടോ? അഭിലാഷ്, ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടില്ല. ഭാഗികമായാണ്. ഒരു വരിയായി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് വലിയ തിരക്കാണ് വാഹനങ്ങളുടെ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 10 മണിയോടുകൂടിയാണ് ഈ മരം വിധത്തിൽ ഒടിഞ്ഞു വീഴുന്നത്. ചിപ്പിലിത്തോടിനും രണ്ടാം വളവിനും ഇടയിലായാണ്. മരം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സും അതുപോലെ ചുരം സന്നദ്ധ പ്രവർത്തകരും പോലീസും ഒക്കെ തന്നെ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും ഒരു വരിയിലായി മാത്രമേ ചുരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗതാഗതം സാധ്യമാകുന്നുള്ളൂ എന്നതുകൊണ്ട് വലിയ കുരുക്ക് ബുദ്ധിമുട്ട് യാത്രക്കാരെ സംബന്ധിച്ച് അനുഭവപ്പെടുന്നുണ്ട്. അഭിലാഷ് പറഞ്ഞതുപോലെ നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് കണ്ടതാണ്. വയനാടിനെ സംബന്ധിച്ച് മറ്റ് യാത്രാമാർഗ്ഗങ്ങളില്ലാത്ത വണ്ണം ഒറ്റപ്പെട്ടു പോയ ജനങ്ങളായിരുന്നു. ഏതായാലും ആ മരം നീക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയിൽ നിന്ന് ഓറഞ്ച് അലേർട്ടാണ്. ചുരത്തിൽ സാമാന്യം നല്ല രീതിയിൽ തന്നെ മഴയും പെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഈ മരം ഒടിഞ്ഞു വീണതും. പക്ഷേ മറ്റിടങ്ങളിൽ, ജില്ലയിൽ മറ്റു ഭാഗങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓറഞ്ച് അലേർട്ടിനനുസൃതമായ മഴയില്ല, മറ്റു കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നതാണ് പൊതുസ്ഥിതി. അഭിലാഷ്.